സർ, ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് ആളുകൾ അവിടെ സ്നാനം ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഗംഗയിലെ വെള്ളത്തിൽ ബാക്ടീരിയയുടെ അളവ് കൂടുതലാണ്, അതായത് ഈക്കോളി ബാക്ടീരിയയുടെ അളവ് വളരെ കൂടുതലാണ് എന്ന കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു റിപ്പോർട്ട് അതെ, ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വലിയ ചർച്ച അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഈ കുംഭമേളയുടെ നല്ല വശങ്ങൾ പലപ്പോഴും കൊടുക്കാതെ ഒളിച്ചു വെക്കുന്ന മാധ്യമങ്ങൾ ഈ ഒരു സാധനം കിട്ടിയപ്പോൾ അതെടുത്ത് പൊന്തിച്ച് കൊടുക്കാൻ തുടങ്ങി എന്നുള്ളത്, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ മാതൃഭൂമി അടക്കം അങ്ങനെയാണ്. നല്ല വാർത്തയാണ് അതിനെക്കുറിച്ച് അതെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതൊരു നല്ലതാണോ ശരിക്കും? എനിക്ക് ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്നൊക്കെ പറയുന്ന മാതിരി ഇത്തരം വാർത്തകളെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. കുംഭമേളയെ കുറിച്ചിട്ട് 3 കാര്യങ്ങളാണ് ഈ നമ്മുടെ മലയാള മാധ്യമങ്ങൾ കൊടുത്തത്. ഒന്ന്, ഈ ബാക്ടീരിയയുടെ കൂടുതൽ വന്ന സമയത്ത് ഈ വെള്ളം കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നല്ല വാർത്തയായിരുന്നു കേട്ടോ, അസൽ വാർത്തയായിട്ട്. ഞാൻ 2 പത്രത്തിൽ കണ്ടത് ബാക്ക് പേജിൽ 2 കോളം വാർത്തയായിട്ടാണ്. നല്ല വാർത്ത അത്. ഞാനിപ്പോൾ അതിൽ ഒരു പത്ര സുഹൃത്തുണ്ട് പറഞ്ഞു 4 കോളം വാർത്തയായിട്ട് കൊടുക്കേണ്ടതാണ് ശരിക്കും. ഒരു കുറച്ചും കൂടി വലുതായിട്ടേ ഒരു വലിയ ഹെഡിങ്ങിലേക്ക് കൊടുത്താൽ നല്ലതാണ്. കാരണം കേരളത്തിൽ നിന്ന് ധാരാളം പേര് കുംഭമേളയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. കാരണം ഈ ബാക്ടീരിയയുടെ അളവ് അവർ പറയുന്നത് 3.14 ആയിരുന്നു ജനുവരി മാസം 14-ാം തീയതി എന്നാണ്. ഇപ്പം അത് 5.62 മറ്റായി എന്നാണ് അവരുടെ ആക്ഷേപിച്ചിരിക്കുന്നതാണത്. അപ്പോൾ അതുകൊണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അത് പറ്റില്ല എന്ന് പറയുക. പക്ഷെ അതിന് യോഗി ആദിത്യനാഥിന് മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു കുളിക്കാനല്ല, കുടിക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞ വർഷം പ്രിയങ്ക ഗാന്ധി പറഞ്ഞാന്നേ. പ്രിയങ്ക ഗാന്ധി ഒരു കുടന്നയിൽ വെള്ളം എടുത്തിട്ട് വായിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് കാരണം അവര് അത്ഭുതപ്പെട്ടാ നിന്നത്. കാരണം ഒരു 15-20 കൊല്ലത്തിന് മുമ്പായിട്ട് ഈ പറയുന്ന പ്രയാഗ്രാജിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, അവിടെ ത്രിവേണി സംഗമത്തിൽ മുങ്ങാൻ പറ്റില്ല, അത്രയ്ക്ക് മാലിന്യമാണ്. മാലിന്യത്തിന്റെ കൂമ്പാരമായിരുന്നു 10 കൊല്ലത്തിന് മുമ്പായിട്ട് അവിടുത്തെ അവസ്ഥ. 2012-ലും 2013-ലൊക്കെ അവിടെ പോയിട്ടുള്ളവരാരും കുളിച്ചിട്ടുണ്ടാവില്ല, അത്രയ്ക്ക് മാലിന്യമാണ്. ഇന്നിപ്പോൾ ആ സ്ഥിതി മാറിയിട്ട് കുളിക്കാവുന്ന രീതിയിൽ മാലിന്യം മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ളൊരു സംവിധാനമാണ് അവിടെ ത്രിവേണി സംഗമത്തിലുള്ളത്. ഞാൻ ആ ത്രിവേണി സംഗമത്തിൽ പോയിട്ടുള്ള ആളാണ്. അവിടെ ഞാൻ ഒരു 20-25 കൊല്ലം മുമ്പും പോയിട്ടുണ്ട്, 6 കൊല്ലം മുമ്പും പോയിട്ടുണ്ട്. ഈ 2 സമയത്തുണ്ടായിട്ടുള്ള പ്രകടമായിട്ടുള്ള മാറ്റമുണ്ട്. ഇന്നിപ്പോൾ ഇവരിതിനകത്ത് എത്ര മാലിന്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഇതിനൊന്നും വലിയ വിലയൊന്നും സത്യത്തിലില്ല. ഇതിന് ചില താല്പര്യങ്ങൾ അവരെ സംബന്ധിച്ചുണ്ട്. ഈ താല്പര്യ സംരക്ഷണാർത്ഥമുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. അതല്ലെങ്കിൽ നമുക്കറിയാലോ, നമ്മളിവിടെ ത്രിവേണിയിൽ പോകുന്ന സമയത്ത്, ത്രിവേണിയിൽ നിന്ന് മാത്രമല്ല സാധാരണ ഇവിടെ തന്നെ എറണാകുളത്തിന് പെരിയാറിൽ പോവുക, അല്ലെങ്കിൽ ഇവിടെയുള്ള വേമ്പനാട്ട് കായലിലേക്ക് പോകുന്ന സമയത്തും അവിടെ എല്ലാ സ്ഥലത്തും വെള്ളത്തിന് വ്യത്യാസം ഉണ്ടാവും. കാരണം ചില വെള്ളത്തിന് നല്ല ഖനമുള്ള വെള്ളം വരും, അതിന് കനം കുറഞ്ഞിട്ടുള്ള വെള്ളം വരും. അത്തരത്തിൽ വെള്ളത്തിൻ്റെ സ്വാദിലും എല്ലാത്തിലും വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. അവിടെയാണ് യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ പറയുന്നത് ഇത് ശരിക്കും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. ഗംഗയിൽ വെള്ളത്തിൻ്റെ സവിശേഷത അത് ഇവരുടെ സാധാരണ മെഷർമെൻറ്റിൽ നടക്കുന്ന സാധനമല്ല. അത് ഗംഗയിലെ വെള്ളത്തിന് മറ്റ് വെള്ളത്തിനേക്കാൾ ഒരുപാട് സവിശേഷതയുണ്ട്. അത് പ്രത്യേകിച്ച് ത്രിവേണി സംഗമത്തിലുണ്ട്. അതുകൊണ്ട് ആ വെള്ളം ആളുകൾക്ക് കുളിക്കാൻ ഉപയോഗിക്കാം, കുടിക്കാൻ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഇവരൊക്കെ തന്നെ അറിയേണ്ട വസ്തുത, ഈ പറയുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ആളുകളടക്കം അവിടുന്ന് വെള്ളം കുപ്പിയിലേക്ക് കൊണ്ടുപോകണ്ടല്ലോ ഇവർ വല്ലതും. ഈ കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുവന്ന് ഇപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തന്നെ പോയിട്ടുള്ള ചില ആളുകളൊക്കെ പറഞ്ഞത് അവരവിടെ എത്തിയതിന് ശേഷം ജാറുകളിലാണ് വെള്ളം കൊണ്ടുപോയെന്നാണ്. ആക്കിയിട്ട് അവർ കാറിൻ്റെ ഡിക്കിയിൽ വെക്കുകയാണ്. എന്നിട്ട് ആ വെള്ളം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവന്ന് അത് കുപ്പിയിലാക്കുന്നു. ഇവിടെ കേരളത്തിലടക്കം പല സ്ഥലങ്ങളിലും ഗംഗാജലം കുപ്പിയിലാക്കി വിൽക്കുന്ന സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ വിൽക്കുന്ന രീതിയിലേക്ക് ആക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രയോജനം നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് കുംഭമേളയെ തകർക്കാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം വ്യാപകമായിട്ടുണ്ട്. പക്ഷെ അവിടെ അന്നേരം സാധാരണക്കാരൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. BJP-യുടെ അണ്ടറിലാണ് ഈ പറയുന്ന, അതായത് കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലാണ് ഈ പറയുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ്. അവിടെ എന്തുകൊണ്ടായിരിക്കും മലിനീകരണ നിയന്ത്രണ ബോർഡിന് അങ്ങനെയൊരു എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശം ഉണ്ടാകുമോ എന്നൊരു ചോദ്യമായിട്ട് വരുന്നുണ്ട്. അല്ല, അങ്ങനെ ആ തരത്തിലുള്ളൊരു ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാകാം. കാരണം ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിലുള്ള ആളുകൾ മുഴുവൻ BJP സപ്പോർട്ടേഴ്സ് ആയിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ കുംഭമേളയുടെ പിന്തുണയ്ക്കുന്ന ആളുകളായിരിക്കണം നിർബന്ധമൊന്നുമില്ല. അതിനൊരു അത്യാവശ്യ നിർബന്ധമില്ല. അതിനകത്ത് എല്ലാ ആളുകളും ഉണ്ടാവും. അവിടെ കുംഭമേളയെ എതിർക്കുന്ന ആളുകൾ അവിടെ മലിനീകരണ നിയന്ത്രണ ബോർഡിലുണ്ടാവാം. അപ്പോൾ അവര് ഇന്ന രാഷ്ട്രീയത്തിൽപ്പെട്ടവരെ എന്നുള്ളത് സർക്കാർ ഓഫീസുകളിൽ നിർബന്ധമല്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഓരോ ഓഫീസുകളിലുണ്ടാവും. അതിൽ ചിലരുടെ നിലപാടുകൾ ഇത്തരത്തിൽ വ്യത്യാസം ഉണ്ടാവും.
ചിലർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാരിനെ വീഴ്ത്തണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ നിരവധി പേര് പല സർക്കാർ ഓഫീസുകളിലും ഉണ്ട്. ഇപ്പം ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ, ഇൻകം ടാക്സിലും അതേപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളിൽ ഇരിക്കുന്ന പലരുടെയും ഉദ്ദേശം എങ്ങനെയെങ്കിലും നരേന്ദ്രമോദി സർക്കാരിന് താഴെ ഇറക്കണം എന്നുള്ളതാണ്. അതിന് അവർക്ക് ചില ടാർഗറ്റ്സുകൾ അവരെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ ആ ടാർഗറ്റിനൊന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആ ടാർഗറ്റ് അവരുടെ ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ചില മാധ്യമപ്രവർത്തകരെ എതിർക്കുന്നത്? അവർക്ക് മാധ്യമപ്രവർത്തകരെ എതിർക്കുന്നവർക്ക് ആർക്കും നരേന്ദ്രമോദി സർക്കാരിനോടുള്ള എതിർപ്പിൻ്റെ പ്രശ്നമല്ല. ആകെ നരേന്ദ്രമോദി കൊണ്ടുവന്ന ചില നിയമങ്ങളുണ്ട്. വിദേശത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വിദേശത്തേക്ക് മാധ്യമപ്രവർത്തകരെ കൊണ്ടുപോകില്ല. അതെങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് അംഗീകരിക്കാൻ പറ്റുക? കേരളത്തിൽ നമ്മുടെ മലയാളത്തിലൊക്കെ ഉണ്ടായിരുന്ന പഴയ മുടിയൂടാമന്നന്മാരായിരുന്ന മാധ്യമപ്രവർത്തകർ VK മാധവൻകുട്ടി, സച്ചിദാനന്ദമൂർത്തിയൊക്കെ അടക്കമുള്ള ആളുകൾ, പഴയ കാലത്ത് ഇവിടുത്തെ മാതൃഭൂമിയിൽ അശോകനൊക്കെ അടക്കമുള്ള ആളുകൾ, ഇവരൊക്കെ പഴയ പ്രധാനമന്ത്രിമാരോട് വിദേശയാത്ര നടത്തിയവരാണ്. ഇവർക്ക് ആർക്കും എന്നിപ്പോൾ നരേന്ദ്രമോദിയുടെ കൂടെ യാത്ര നടത്താൻ പറ്റില്ല. നമ്മൾ ധരിക്കും യാത്ര നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ഇവരവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയൊന്നും അല്ലല്ലോ. ഇവരെന്തിനാണ് അവിടെ പോണത്? ഇവർ റിപ്പോർട്ട് എന്താ ചെയ്യണത്? ഇവരിവിടുന്ന് വിദേശത്തേക്ക് പ്രധാനമന്ത്രിയുടെ കൂടെ പോയിട്ട് അവിടെ നിന്ന് ഇവർ പ്രധാനമന്ത്രി പറയുന്നതല്ലല്ലോ ഇവർ പറയുക. പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് അവിടുത്തെ DAVPയുടെ ആളുകൾ, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ കൊടുക്കുന്ന കാര്യങ്ങൾ യഥാവിധി റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് എല്ലാ പത്രത്തിലും ഒരേ ഹെഡിങ്ങാണ് വരാറ് മുൻകാലങ്ങളിൽ. അത് മാധവൻകുട്ടി എഴുതിയാലും കൊള്ളാം, സച്ചിദാനന്ദമൂർത്തി എഴുതിയാലും കൊള്ളാം, അശോകൻ എഴുതിയാലും കൊള്ളാം, എക്സോർവി വേറൊരാൾ എഴുതിയാലും കൊള്ളാം, ചുമ്മാർ എഴുതിയാലും കൊള്ളാം, എല്ലാത്തിനും ഒരേ ഹെഡിങ്ങാണ്. കാരണം കൊടുക്കുന്ന വാർത്ത സർക്കാരിൻ്റെ വാർത്തകളാണ്. ആകെയുള്ള മാധ്യമപ്രവർത്തകർക്ക് ഒറ്റയ്ക്ക് ഒരു ഗുണം മാത്രമേ കിട്ടാറുള്ളൂ. കാരണം അവർക്ക് സ്പെഷ്യൽ ചാർട്ട് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് കിട്ടും. ആ ഫ്ലൈറ്റിൽ വന്നിറങ്ങാം. വന്നിറങ്ങുന്ന സമയത്ത് അവർക്ക് ഗ്രീൻ ചാനലിൽ പുറത്തേക്ക് വരാം. അതുകൊണ്ടാണല്ലോ ചില സ്ഥലത്തേക്ക് പ്രധാനമന്ത്രിയുടെ, രാജീവ് ഗാന്ധിയുടെയാണ് എൻ്റെ ഓർമ്മയുള്ളത്, രാജീവ് ഗാന്ധിയുടെ കൂടെ പോയിരുന്നവരാരും അവിടെ എത്തിയ സമയത്ത് പ്രധാനമന്ത്രിയുടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവരൊക്കെ ഷോപ്പിങ്ങിന് പോയിരുന്ന സമയത്ത്. അപ്പം അങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്നവർ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കും. സമാനമായിട്ടുള്ള രീതിയിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിലും. മലിനീകരണ നിയന്ത്രണ ബോർഡിലുള്ള നിലവിലിരിക്കുന്ന സംവിധാനങ്ങൾ നരേന്ദ്രമോദി സർക്കാർ കർക്കശമായിട്ട് നടപ്പിൽ വരുത്തുന്ന കാര്യങ്ങൾ അതൊരിക്കലും ഇവർക്ക് ചേരുന്നതല്ല. ഇവർക്കത് മാറ്റം വരുത്തുക തന്നെ വേണം. അങ്ങനെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളിൽ സർക്കാർ വിരുദ്ധരായിരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അത് മാറാൻ വേണ്ടി സമയമെടുക്കും. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈക്കോളി ബാക്ടീരിയയുടെ അളവ് വളരെ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ടും കോടാനുകോടി ആളുകൾ അവിടെ വന്ന് സ്നാനം ചെയ്തു. അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു വലിയൊരു എന്താണ് ഒരു രോഗം പടരുകയാണെങ്കിൽ, ഒരു പകർച്ചവ്യാധി ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ അവിടെ പോയി സ്നാനം ചെയ്ത ആൾക്കാർക്ക് ഇതാ രോഗം പടരുന്നു എന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഈ കൊറോണയ്ക്ക് ശേഷം അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ വളരെ അധികമാണിപ്പോൾ. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ല, ആ തരത്തിൽ ശ്രമം നടക്കുന്നുണ്ട്. ആ തരത്തിൽ റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചില മേഖലയിലെ ശ്രമമുണ്ട്. അവിടെ പോയിട്ട് കുളിച്ചിട്ട് ആർക്കെങ്കിലും രോഗം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് ചിലര്. അതിൽ ചില ഡോക്ടർമാരൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. കാരണം അവിടെ രോഗം തിരഞ്ഞു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അവിടെ നിന്ന് കഴിച്ച് ഭക്ഷണത്തിൽ അസുഖം വരുന്നുണ്ടോ അത് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ കുംഭമേളയുടെ കുംഭം പൊട്ടിക്കാനുള്ള ശ്രമമാണ് പലരെ സംബന്ധിച്ചുള്ളത്. അത് നടക്കില്ല. അങ്ങനെ വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണല്ലോ അവിടെ മറ്റേ ബാരിക്കേഡ് തകർത്തത്. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ ഡൽഹിയിൽ നടന്നിട്ടുള്ള ട്രെയിനിന് വേണ്ടി പോയിട്ടുള്ള ആക്സിഡന്റ് ഈ തരത്തിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കാരണം ഒരു സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമങ്ങൾ സ്വാഭാവികമായിട്ട് വരും. അത് ചിലപ്പോൾ ഈ സാധാരണ പറയാറില്ല, പണ്ട് കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശകടാസുരനായിട്ട് വരാൻ കംസൻ പലരെ അയക്കും. അത് പൂതനയുടെ രൂപത്തിൽ വരും, ശകടാസുരൻ്റെ രൂപത്തിൽ വരും, വേറെ അസുരൻ്റെ രൂപത്തിൽ വരും, കാറ്റിൻ്റെ രൂപത്തിൽ വരും, പല രൂപത്തിൽ വരും. ആ തരത്തിൽ ഇവിടെയുള്ള ചില കംസന്മാരയക്കുന്ന ആളുകൾ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പേരിൽ വരും. അവർ മറ്റ് ട്രെയിനിൻ്റെ രൂപത്തിൽ വരും, അവർ വലിയ ബാരിക്കേഡിൻ്റെ രൂപത്തിൽ വരും, വലിയ തിരക്ക് കൂട്ടിക്കൊണ്ടുവരും. ഈ തരത്തിലെല്ലാം ഇവർ വരുമെന്നുള്ള ഉറപ്പ് ഇന്നിപ്പോൾ ഉത്തർപ്രദേശ് ഭരിക്കുന്ന യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അക്കാര്യത്തിൽ കർക്കശമായുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുക. ഈ വിഷയത്തെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും.